പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനചിന്തയ്ക്കായി ആവർത്തന പുസ്തകം 33-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. മുൾപടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം യോസഫിന്റെ ശിരസിന്മേലും തന്റെ സഹോദരന്മാരിൽ പ്രഭുവായവന്റെ നെറുകമേലും വരുമാറാകട്ടെ. ഈ വചനഭാഗം മോശെ യോസഫിന്റെ ഗോത്രങ്ങളെ അനുഗ്രഹിക്കുന്ന വാക്കുകളാണ്. യോസഫിന്റെ ജീവിതത്തിലേക്ക് നാം നോക്കുമ്പോൾ യോസഫ് കണ്ട സ്വപ്നങ്ങളെയും ദൈവം നൽകിയ വാഗ്ദത്തങ്ങളെയും ഓർത്ത് അവൻ എത്രത്തോളം കാത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോസഫിന് ലഭിച്ച ദൈവിക അനുഗ്രഹങ്ങൾ ഒരിക്കലും ഈ ലോകം നൽകുന്ന നന്മകൾ പോലെ ആയിരുന്നില്ല. പെട്ടെന്ന് ലഭിക്കുന്ന സൗകര്യങ്ങളോ ജീവിതമോ ആയിരുന്നില്ല അവനുണ്ടായിരുന്നത്. അനുഗ്രഹത്തിലേക്ക് അവനെ നയിച്ച വഴി വളരെ വ്യത്യസ്തമായിരുന്നു. അത് ഒറ്റപ്പെടലിന്റെയും അടിമത്തത്തിന്റെയും കാരാഗ്രഹത്തിന്റെയും പാതയായിരുന്നു. എന്നാൽ ഈ കഠിനമായ കാത്തിരിപ്പ് കാലം മുഴുവൻ യോസഫ് എന്തു ചെയ്തു? അവൻ വഴി വിട്ടുമാറിയില്ല. തന്റെ ജീവിതത്തിൽ പ്രലോഭനങ്ങളും ദൈവിക പ്രമാണങ്ങളിൽ നിന്ന് മാറുവാനുള്ള സാഹചര്യങ്ങളും വന്നപ്പോൾ അവൻ ദൈവത്തോടുകൂടെ ചേർന്ന് നിന്നു, ഉറച്ചു നിന്നു. ഈ വലിയ ദോഷം പ്രവർത്തിച്ച് ഞാൻ എങ്ങനെ ദൈവത്തോട് പാപം ചെയ്യുമെന്ന് അവൻ ചോദിച്ചു. അവൻ ദൈവിക വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്നു. അവൻ കണ്ട സ്വപ്നങ്ങൾ ഒരിക്കലും അവൻ കൈവിട്ടുകളഞ്ഞില്ല. യോസഫ് കാത്തിരുന്ന സിംഹാസനം അവന്റെ സമയം വന്നപ്പോൾ കൃത്യമായി അവന് നൽകുവാൻ ദൈവം ഇടയായി തീർന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ കാത്തിരിപ്പിന്റെ നടുവിലാണോ? നിങ്ങളുടെ സ്വപ്നങ്ങളും ദൈവിക വാഗ്ദത്തങ്ങളും ഇതുവരെ വെളിപ്പെട്ടില്ലേ? വിഷമിക്കേണ്ട. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ, വചനപ്രകാരം ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, പ്രലോഭനങ്ങളിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ വെളിപ്പെടും എന്നുള്ളത് ഒരു ദൈവിക ഉറപ്പാണ്. യോസഫിന്റെ നെറുകമേൽ വന്ന ദൈവപ്രസാദം നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. അതിനാൽ ഈ ദിവസങ്ങളിൽ ദൈവിക പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അതിനുള്ള വലിയ ദൈവകൃപ ഈ വചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ നമ്മുടെ മേൽ അധികമായി ചൊരിയട്ടെ. ഈ വചനങ്ങളാൽ സ്വർഗത്തിലെ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.